ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചൊരു കുഴിപ്പണിയാരം ഉണ്ടാക്കാമെന്ന്. ഇന്ന് ഇഡ്ഡലിയും ദോശയും കഴിച്ചു മടുത്തു. അപ്പോൾ ഇത് സെയിം മാവുകൊണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിൽ കടുക്, കടലപ്പരിപ്പ്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റണം. കടുക് പൊട്ടി, ഇനി കടലപ്പരിപ്പ്, ഇത്രയും സാധനങ്ങൾ, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റും. പിന്നെ കുറച്ച് എള്ളും കൂടി ഇട്ടു. ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ എന്താ വേണ്ടത് ചെയ്താട്ടോ. ഒരു നുള്ള് ഉപ്പിട്ടു. പിന്നെ കുറച്ച് തേങ്ങ കൊത്തും കൂടി ഇട്ട് ഇളക്കി. ഇനി ഇതെല്ലാം കൂടി ഇഡ്ഡലി മാവിൽ ദോശമാവിലേക്ക് അങ്ങോട്ട് കൊട്ടുക. അതിൽ മാവിൽ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഉണ്ണിയപ്പക്കാര വെച്ചിട്ട് അതിൽ ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റുമാണ്. മാവിലെല്ലാം ഇട്ടു. ഞാൻ എൻ്റെ വകയായിട്ട് ഒരു സ്പൂൺ ഇഡ്ഡലിപ്പൊടി, എന്തെങ്കിലും നമ്മുടെ സ്പെഷ്യലായിട്ട് വേണമല്ലോ, ഇഡ്ഡലിപ്പൊടി കൂടി ചേർത്തു. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ ഇഡ്ഡലിപ്പൊടിയും കൂടി ചേർത്തു. ഇനി ഇത് നമുക്ക് ഉണ്ണിയപ്പക്കാരയിലിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അപ്പക്കാരം വെച്ചു. വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കണം. എല്ലാം മറിച്ചിട്ടു. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. എന്താ അല്ലേ, ഒരേ മാവും കൊണ്ട് ഇഡ്ഡലി, ദോശ, പണിയാരം എല്ലാം ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം എല്ലാവരും. നല്ലപോലെ ചൂടായ ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ. പക്ഷേ ഇത് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഫുള്ളിലാക്കിയിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ എണ്ണയൊക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കും. നമ്മൾ ഫുൾ ഫ്ലെയിമിലാക്കുമ്പോൾ എണ്ണ അധികം ഇതിലേക്ക് വരില്ല. അതുകൊണ്ട് ആദ്യം ഒഴിക്കുമ്പോൾ ചുരുക്കി വെച്ചാലും ഒരു മീഡിയം ടു ഹൈ വയ്ക്കുക. അത് കഴിഞ്ഞ് മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ, എണ്ണ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ചുരുക്കി വയ്ക്കുക. പിന്നെ വീണ്ടും ഒന്ന് കൂട്ടി വെച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ. കണ്ടാൽ ശരിക്കും ഉണ്ണിയപ്പം, മധുരമുള്ള ഉണ്ണിയപ്പം പോലെയുണ്ട്. പക്ഷേ അതും ടേസ്റ്റാണ്, ഇതും നല്ല ടേസ്റ്റാണ്. ഒരു അപ്പം കുഞ്ഞായിപ്പോയി, അത് കിടന്ന് കറങ്ങുന്ന കണ്ടോ. അങ്ങനെ പണിയാരം എല്ലാം റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.